Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ്. അപ്പൊ അതില് ശ്രീല പ്രഭുപാദും മുതിർന്ന ശിഷ്യന്മാരും തമ്മിൽ ഉള്ള ആ ബന്ധത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരു മുതിർന്ന ശിഷ്യനാണ് രേവതി നന്ദൻ ദാസ് എന്ന് പറയുന്നത്. അപ്പം രേവതി നന്ദൻ ദാസ് പ്രഭു ഒരു വട്ടം ശ്രീല പ്രഭുപാദുമായിട്ട് ഒരു സ്ഥലത്ത് ഒരു പ്രചരണത്തിനായിട്ട് ചെന്നു. പ്രചരണം കഴിയുമ്പം അവര് പ്രഭുപാദിനും ശിഷ്യന്മാർക്കും ഒക്കെ ഫുഡ് പ്രസാദം കൊടുത്തു. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രേവതി നന്ദൻ പ്രഭു ഇങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു, പ്രഭുപാദ്, ഈ നമ്മളിന്ന് കഴിച്ചത് പ്രസാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് ദേവീദേവന്മാർക്കൊക്കെയാണ് വർഷിപ്പ് ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോപ്പറായിട്ട് ഭഗവാന് കൊടുത്തോന്ന് എനിക്ക് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ രേവതി നന്ദൻ പ്രഭു ഇങ്ങനെ പ്രഭുപാദിന്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പ്രഭുപാദ് ഉടനെ പറഞ്ഞു, എനിക്കത് അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് അതിനൊരു ആൻസർ പറഞ്ഞു, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ തരുന്നതെല്ലാം പ്രസാദമാണ്. കൃഷ്ണന്റെ കാരുണ്യമില്ലാതെ നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ എല്ലാം പ്രസാദമാണ്. പക്ഷെ നീ ആ രീതിയിൽ ഒരിക്കലും പ്രചരണം ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രഭുപാദ് അവിടെ വെച്ച് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പ്രചരണം ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞു. അപ്പോഴാണ് രേവതി നന്ദൻ പ്രഭുവിന് പ്രഭുപാദിന്റെ ആ മഹത്വം മനസ്സിലാവുന്നത്. പ്രഭുപാദ് എന്ന് പറഞ്ഞാലൊരു രേവതി നന്ദൻ പ്രഭുവിന്റെ ആ വീക്ഷണത്തില് പ്രഭുപാദ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമ ആചാര്യനാണ്. ഉത്തമ ആചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്നത് താനൊഴിച്ച് ബാക്കി എല്ലാവരും പരിശുദ്ധ ഭക്തരാണ് എന്നാണ് ഒരു ഉത്തമ ആചാര്യൻ ചിന്തിക്കുന്നത്. താനാണ് ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തി. അപ്പം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതും പരിശുദ്ധ ഭക്തിയുടെ തലത്തിലാണ് എന്നാണ് ഒരു ഉത്തമ ആചാര്യന്റെ ബോധ്യം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പ്രചരണം ചെയ്യാൻ വേണ്ടിയാണ് പ്രഭുപാദ് താഴേക്ക് വന്നിട്ട് അതിന് ഏതാണ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് തരുന്നത് എന്ന് അവിടെ വെച്ച് രേവതി നന്ദൻ പ്രഭുവിന് മനസ്സിലായതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഉത്തമ ഭക്തൻ കാണുന്നതെല്ലാം കൃഷ്ണന്റെ കാരുണ്യമാണ്. തനിക്ക് വരുന്ന എല്ലാം കൃഷ്ണൻ. അതൊരു അസുരനിൽ നിന്നാണെങ്കിൽ പോലും അത് കൃഷ്ണന്റെ കാരുണ്യമായിട്ടേ അദ്ദേഹം കരുതത്തുള്ളൂ. പക്ഷെ ആ രീതിയിൽ നമ്മൾ പ്രചരണം ചെയ്യാൻ പാടില്ല. എന്ത് വായിക്കോളൂ അതെല്ലാം കൃഷ്ണന്റെ കാരുണ്യമാണെന്ന് നമുക്ക് പറയാനും പാടില്ല. അതിന് കറക്റ്റ് സ്റ്റാൻഡേർഡ് പറയാം. ആ സ്റ്റാൻഡേർഡ് പറഞ്ഞിരുന്നതാണ് മധ്യമാധികാരി. ഇപ്പൊ ഉത്തമാധികാരി മധ്യമാധികാരിയുടെ തലത്തിലേക്ക് വരുന്നതിന്റെ ഒരു നിഴല് അവിടെ വച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രഭുപാദ് ഉത്തമാധികാരി സ്ഥാനത്തുനിന്ന് മധ്യമാധികാരി സ്ഥാനത്തേക്ക് വന്ന് എങ്ങനെയാണ് നമ്മൾ ഏത് രീതിയിലാണ് പ്രചരണം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തന്നു എന്നുള്ളത് രേവതി നന്ദൻ പ്രഭു അവിടെ വെച്ച് പറഞ്ഞു.